ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക എന്ന് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. കുടിയേറ്റ നിയന്ത്രണം, സമ്പദ് വ്യവസ്ഥ, വിദേശ നയം, ഗർഭചിത്രം തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഉയർത്തിക്കാട്ടിയാണ് ട്രംപ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇക്കാര്യങ്ങളിൽ ട്രംപ് നിലപാട് കൃത്യമായി സ്വീകരിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കൻ ഐക്യനാടുകളിലെ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാൻ ട്രംപ് പദ്ധതിയിടുന്നുണ്ട്. US ഭരണഘടനയിലെ 14ാം ഭേദഗതിയിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. NBCക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാൻ പദ്ധതിയുണ്ടെന്ന് ട്രംപ് വെളിപ്പെടുത്തിയത്. ഏകദേശം 4,25,000 പേർ ആദ്യഘട്ടത്തിൽ നാടുകടത്തപ്പെടുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൂട്ട നാടുകടത്തലിലൂടെ ആകെ 10 മില്യണിലധികം പേരെ പുറത്താക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ദേശീയ സുരക്ഷയ്ക്കും ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ് നടപടിയെന്നാണ് ട്രംപ് നൽകുന്ന വിശദീകരണം. അനധികൃത കുടിയേറ്റം കുറയ്ക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ വോട്ടർമാർക്ക് സന്തോഷം നൽകുമെങ്കിലും എല്ലാത്തരം കുടിയേറ്റത്തെയും അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. അമേരിക്കൻ ഇതര തൊഴിലാളികൾ US തൊഴിൽ വിപണിയുടെ നിർണായക ഭാഗമാണ്. അവരുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് തൊഴിൽക്ഷാമം വർദ്ധിപ്പിക്കുകയും തൊഴിലാളികൾക്കുള്ള മത്സരം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങളിൽ ട്രംപ് എന്ത് നിലപാടെടുക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. കുടിയേറ്റ നിയന്ത്രണത്തിൽ നിന്നും ഒഴിക്കൽ നടപടിയിൽ നിന്നും ട്രംപ് പിന്നോട്ടു പോകില്ലെന്ന് ഏകദേശം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഉദാഹരണമാണ് നിയുക്ത പ്രസിഡന്റ് ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ തയ്യാറാണെന്നും കൂട്ട നാടുകടത്തൽ പരിപാടിയിലൂടെ ബൈഡന്റെ കാലത്തെ അധിനിവേശത്തെ മറികടക്കാൻ സൈന്യത്തെ ഉപയോഗിക്കുമെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച പോസ്റ്റ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ പങ്കുവച്ചത്. 1868 അംഗീകരിച്ച 14ാം ഭേദഗതി പ്രകാരം യുണൈറ്റഡ് സ്റ്റേറ്റിൽ ജനിച്ചവരോ അതിന്റെ അധികാരപരിധിക്ക് വിധേയരായവരോ ആയ എല്ലാ വ്യക്തികളും അമേരിക്കൻ ഐക്യനാടുകളിലെ പൗരന്മാരാണ്. കോൺഗ്രസ് അംഗീകരിച്ച ഭരണഘടനാ ഭേദഗതിക്ക് 4ൽ 3 സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണ്. കുട്ടിക്കാലത്ത് തന്നെ US-ൽ അനധികൃതമായി പ്രവേശിക്കുകയും നിയമരേഖകളില്ലാതെ താമസിക്കുകയും ചെയ്യുന്നവരെ സംരക്ഷിക്കാനോ ഡെമോക്രാറ്റുകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും ട്രംപ് വെളിപ്പെടുത്തി. ഇക്കൂട്ടരെ രാജ്യത്ത് തന്നെ നിലനിർത്താനാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കുടിയേറ്റക്കാരെ അവരുടെ മാതൃരാജ്യങ്ങൾ തിരിച്ചെടുക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അവരെ അയക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെ പട്ടിക ട്രംപിന്റെ ടീം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബഹാമസ്, ടർക്കസ്, കൊയ്ക്കോസ് ദ്വീപുകൾ, പനാമ, ഗ്രനേഡ എന്നിവ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. US-ൽ നിന്ന് നാടുകടത്തപ്പെടുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ മെക്സിക്കോയെ സമ്മർദ്ദത്തിലാക്കാനും ട്രംപ് ആലോചിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇക്കാര്യം അംഗീകരിക്കാൻ മെക്സിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഏർപ്പെടുന്നത് പോലെയുള്ള ഭീഷണികൾ ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ പോലുള്ള ഗ്രൂപ്പുകൾ ട്രംപിന്റെ ഈ നയങ്ങൾ അപകടകരവും നിയമവിരുദ്ധവുമാണെന്ന് പറഞ്ഞ് ശക്തമായി എതിർക്കുന്നുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ കുടിയേറ്റക്കാരെ US-ൽ നിന്ന് പുറത്താക്കാനാണ് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. അനധികൃത കുടിയേറ്റം തടയുമെന്നും അതിർത്തി സുരക്ഷിതമാക്കുമെന്നും രാജ്യത്ത് ഭീഷണി ഉയർത്തുന്ന ആളുകളെ നീക്കം ചെയ്യുമെന്ന ട്രംപിന്റെ വാഗ്ദാനം നിറവേറ്റുമെന്നാണ് അധികൃതർ ആവർത്തിക്കുന്നത്.